ഇവനുണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്നത് ഇവൻ ജർമ്മനി വന്നിട്ട് മാസ്റ്റേഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ആക്കാണ്ട് ഇവൻ ഡീരജിസ്റ്റർ ചെയ്തിട്ട് ഇവൻ ദുബായ് പോകണമെന്ന് പറഞ്ഞു, ഒരു കരിയർ സെറ്റ് ആക്കണം, ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പാർട്ടി നടത്തി, സെൻഡ് ഓഫ് നടത്തി, ഇവൻ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്ത് ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ ഇവൻ ദുബായിൽ പോയി, ഇവന് ദുബായിൽ ഒരു ഓഡിറ്റിംഗ് ഫേമിൽ ജോലി കിട്ടി. എന്നിട്ട് അവിടുത്തെ അറബി ചോദിച്ചപ്പോൾ ഇവൻ പറയാം എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഇപ്പൊ വീണ്ടും കോളേജിൽ കയ്യും കാലും പിടിച്ച് സാർമാർക്ക് മെയിലൊക്കെ അയച്ച് അവസാനം അവര് വീണ്ടും മെട്രിക്കുലേഷൻ കൊടുത്തിട്ട് ഇപ്പൊ തിരിച്ച് ജർമ്മനിക്ക് വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് നിങ്ങൾ ജർമ്മനിക്ക് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. നിങ്ങളുടെ കരിയർ, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അലൈൻഡ് ആണ്, നിങ്ങൾക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റുമോ, ഫുള്ളി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ജർമ്മനിക്ക് വരാം. അതല്ലാതെ എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ എത്തിയാൽ മതി എന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥകൾ. അലി ജർമ്മനി എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, നല്ലതാ. പട്ടി ചന്തയ്ക്ക്